ആതുര ശുശ്രൂഷ രംഗത്ത് മുൻനിരയിലും പിൻനിരയിലുമായി ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. സർജറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒഴിവാക്കപ്പെടാനാകാത്തൊരു തൊഴിൽ മേഖലയാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന മേഖല. സർജറിയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും സർജറിക്ക് ശേഷമുള്ള പലതരത്തിലുള്ള ഇടപെടലുകളും രോഗിയെ കൃത്യമായി മോണിറ്റർ ചെയ്യലും ബോധ പ്രക്രിയയിലേക്കുള്ള അയാളുടെ മടക്കയാത്ര നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഡോക്ടർക്ക് മതിയായ പിന്തുണ നൽകുന്ന ഇക്കൂട്ടരാണ്. ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് കേരളത്തിൽ ഡിപ്ലോമ തലത്തിലുള്ള പഠന സാധ്യതകളാണ് പ്രധാനമായിട്ടും ലഭ്യമായിട്ടുള്ളത്. LBS സെൻറ്റർ വഴിയാണ് +2 പാസ്സായൊരു കുട്ടിക്ക് ഈ മേഖലയിൽ അപേക്ഷിക്കാൻ സാധിക്കുക. +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക്, പഠിച്ച് പാസ്സായൊരു കുട്ടിക്ക്, മതിയായ മാർക്കോടുകൂടി പാസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് LBS സെൻറ്റർ വഴി കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷന് അപേക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിൽ പഠനം നേടുമ്പോൾ ഏതാണ്ട് 2-2.5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെയുള്ള ഈ കോഴ്സ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആശുപത്രികളിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സജ്ജമാക്കൽ പ്രക്രിയയിൽ നിർണായകമായ റോള് വഹിക്കുന്ന, സർജറിയിൽ ഡോക്ടറെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്ന, സർജറിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളിൽ വളരെ വൈറ്റലായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഇക്കൂട്ടർക്കുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം സർജറിയുടെ റേറ്റ് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സ്പെഷ്യലൈസേഷനുകൾ വന്നതോടെ ഒരു ആശുപത്രിയിൽ തന്നെ അനവധി ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സ്പെഷ്യലൈസ് ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. ഇവിടെയാണ് ഈ തൊഴിൽ മേഖലയുടെ പ്രസക്തി. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ഡിഗ്രി പ്രോഗ്രാംസും മറ്റ് ചില സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ നമുക്ക് ലഭ്യമാണ്. ഉപരിപഠന സാധ്യതകളും ഏറെയുണ്ട്, തൊഴിൽ സാധ്യതകളും ഏറെയുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രം ലഭ്യമായിട്ടുള്ള ഈ മേഖലയിൽ ആവശ്യത്തിന് ടെക്നീഷ്യന്മാരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. മികവുറ്റ ടെക്നീഷ്യന്മാരെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കുട്ടികൾ ആരംഭിക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ മാർക്കുകളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സബ്ജക്റ്റ് നോളജിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. LBS സെൻറ്റർ വഴി കേരളത്തിൽ അഡ്മിഷൻ വാങ്ങിച്ച അല്ലെ മറ്റ് സ്റ്റേറ്റുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അതിനുശേഷം ആ പാരാമെഡിക്കൽ മേഖലയിൽ എന്തൊക്കെ തൊഴിലാണ് ലഭ്യമായിട്ടുള്ളത്, ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുക, രോഗിയെ അസിസ്റ്റ് ചെയ്യുക എന്ന ചുമതലകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ട്രോമ കെയറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട്, എമർജൻസി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട്. അതേപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് സർജറി കൊടുക്കേണ്ട മേഖലകളുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട്. വളരെ വേദന അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് ചിലപ്പോൾ മയക്കിക്കൊണ്ട് ചികിത്സ നടത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഓർത്തോപീഡിക്കായിട്ടുള്ള മേഖലകളിൽ വരുമ്പോൾ സർജറി ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. കാലിൻ്റെയൊക്കെ ഡിസ്ലൊക്കേഷനൊക്കെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആളെ മയക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു ടെക്നീഷ്യന്മാരുടെ സേവനം നമുക്ക് ഡോക്ടർക്കൊപ്പം ആവശ്യമാണ്. അതുകൂടാതെ വെൻറ്റിലേറ്ററുകൾ സജ്ജമാക്കുന്നതും ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റെറിലൈസ് ചെയ്യുന്നതും ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമുള്ള ഇൻഫ്യൂഷൻ സിസ്റ്റമൊക്കെ ഫങ്ഷൻ ചെയ്യിക്കുകയും അത് പ്രോപ്പറാണോ എന്ന് മോണിറ്റർ ചെയ്യുകയും രോഗിയുടെ ബ്ലഡ് പ്രഷറും മറ്റുമൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും മതിയായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയും ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഈ കൂട്ടരാണ്. അതേപോലെ തന്നെ ആശുപത്രിയിലെ സർജറിയുടെ പ്രൊസീജിയറിനെ കുറിച്ച് കൃത്യമായിട്ട് രോഗിയോടും രോഗിയുടെ കൂട്ടിരിപ്പുകാരോടും ഉപദേശങ്ങൾ നൽകുന്നതും ഒക്കെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയുടെ സേവനങ്ങൾ സർജറി കഴിഞ്ഞും തുടർന്നു പോകുന്നു. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഇവരുടെ ഫുൾ ടൈം സേവനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലേക്ക് പോകുന്നത് വരെ ഈ രോഗിയുടെ ആരോഗ്യാവസ്ഥ മോണിറ്റർ ചെയ്യുന്നതും അയാളുടെ ബോധം തിരിച്ചു വരുന്ന സമയത്ത് വളരെ വലിയ വേദനകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു കരിയർ സെക്ടറാണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്ന മേഖല. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തൊഴിൽ മേഖലയല്ല. അതിനപ്പുറത്തേക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ്
വാർഡിലും പ്രീ ഓപ്പറേറ്റീവ് ക്ലിനിക്കുകളിലുമൊക്കെ ഇവരുടെ വലിയ സേവനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു സർജറി എന്ന് പറയുമ്പോഴത്തേക്കും ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഡോക്ടറാണ്. മയക്കുന്നതിനാവശ്യമായിട്ടുള്ള മരുന്ന് എത്രമാത്രം അയാളിലേക്ക് നൽകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അപ്പോൾ ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മയക്കുന്നതിന് വേണ്ട മെഡിസിൻസ് അയാളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റേറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സെയിം ആണോ അല്ലയോ എന്ന് വിലയിരുത്തുകയും അല്ല എങ്കിൽ അത് റെഗുലറൈസ് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന ടെക്നീഷ്യൻ്റെ കയ്യിലാണ്. അപ്പോൾ അനസ്തേഷ്യ ടെക്നീഷ്യൻ്റെ ഒരു റോള് വളരെ വലുതാണ്. കാരണം അതിൽ ചെറിയ പാകപ്പിഴ സംഭവിച്ചു കഴിഞ്ഞാൽ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെട്ടേക്കാം. സർജറിയുടെ വിജയം ചിലപ്പോൾ ഒരു നെഗറ്റീവ് റേറ്റിങ്ങിലേക്ക് പോയി എന്ന് വരാം. അപ്പോൾ ഇതെല്ലാം ഉറപ്പുവരുത്താനുള്ള മോണിറ്ററിംഗ് എന്ന് പറയുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റി നിർവഹിക്കപ്പെടുന്നത് ഇവരാണ്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം സാധ്യതകൾ നമുക്ക് ഒരുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ടെക്നീഷ്യൻസിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. നഴ്സിംഗ് മേഖലയ്ക്ക് അപ്പുറത്തേക്കുള്ള ഈ പാരാമെഡിക്കൽ മേഖലകളെക്കുറിച്ച് പൊതുവേ കുട്ടികൾ കൺസിഡർ ചെയ്യാറില്ല, ബോധവാന്മാരല്ല. നഴ്സിംഗ് മാത്രമാണ് ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നത് എന്നൊരു തോന്നലും നമ്മുടെ കുട്ടികളുടെ ഇടയിലുണ്ട്. അങ്ങനല്ല, നഴ്സിംഗിന് എന്താണോ നമുക്ക് കിട്ടുന്ന സാലറി പാക്കേജ് അത് തന്നെയാണ് മറ്റെല്ലാ പാരാമെഡിക്കൽ മേഖലകളിലും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ നഴ്സിംഗ് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതെ എല്ലാത്തിനും നമുക്ക് കേരളത്തിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല സ്കോർ ആവശ്യമാണ്. 99, 98, 95 മുകളിൽ പെർസെൻറ്റേജ് സ്കോറുള്ളവർക്ക് മാത്രമേ നമുക്ക് കേരളത്തിലൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പൊതുവേ അഡ്മിഷൻ കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഒരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ നല്ല തറവായിട്ട് പഠിക്കാനും ആ തൊഴിൽ മേഖല എന്താണെന്ന് തിരിച്ചറിയാനും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടിയുള്ള ലാംഗ്വേജ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഒക്കുപേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും ഒക്കെ പഠിക്കാനുള്ള ഒരു മനസ്സും കൂടി ഇതിന് പാരലായിട്ട് നമ്മുടെ കുട്ടികൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ODEPC പോലുള്ള സ്ഥാപനങ്ങൾ വഴി ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റുകൾക്കുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതും നമുക്ക് ഉപയോഗപ്പെടുത്താം. ട്രിപ്പിൾ വിൻ പോലുള്ള പദ്ധതികളിലൂടെ നഴ്സുമാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ റുട്ടീനായിട്ട് ഇത്തരം മേഖലകളിലേക്ക് നമുക്ക് പോകാനുള്ള അവസരങ്ങൾ സർക്കാരായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേഫാണ്, സെക്യൂറാണ്. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തിലേക്ക് പോകാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ ജോബ് ഫോർകാസ്റ്റിംഗ് സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, അല്ലാതുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള ജോബ് അറ്റ്മോസ്ഫിയറുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൂടെ ഇതിൻ്റെ കൂടെ ഒരു ഡിപ്ലോമ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കാം. കൂടുതൽ മികവുറ്റ ശമ്പള സാധ്യതകൾക്കുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കുന്നുണ്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എമർജൻസി സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങളിലുള്ള താല്പര്യങ്ങൾ, അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു താല്പര്യം, ഇതെല്ലാം ഈ മേഖലയിൽ നമുക്ക് തിളങ്ങാൻ കഴിയുന്ന സാധ്യതകൾ ഒരുക്കുന്ന വലിയ വിശാലമായ നമ്മുടെ നൈപുണികളാണ്. ആ നൈപുണികളെ വളർത്തിയെടുക്കുന്നതിനും തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇനി ഇതിനേക്കാൾ ഉപരി ഈ മേഖലയിൽ വരുന്ന പേഷ്യൻസ് എപ്പോഴും വേദന അനുഭവിക്കുന്നവരായിരിക്കാം, വളരെ സഫർ ചെയ്യുന്നവരായിരിക്കാം. അവരോടുള്ള പെരുമാറ്റ രീതികൾ, തൊഴിലിടത്തിൽ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ കൂടെ ഈ തൊഴിൽ മേഖലയിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞൊരു രോഗിയെ പരിചരിച്ച് വാർഡിലേക്ക് പോകുമ്പോൾ അയാൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതും യഥാർത്ഥത്തിൽ ഇവരാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ വീണ്ടും രോഗിയുടെ നില അപകടാവസ്ഥയിലേക്ക് പോയേക്കാം. അപ്പോൾ അത് മതിയായൊരു അഡ്വൈസ് കൊടുക്കുക, കൃത്യമായ ഇടപെടലുകൾ നടത്തുക. ആ ഇടപെടലുകളുടെ ആ അഡ്വൈസിൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തൊഴിൽ മേഖലയിലെ വിജയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ
തൊഴിൽ മേഖല, അതായത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ധാരാളം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ ഇത്തരം കോഴ്സുകൾ ലഭ്യമാണ്. ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള എൻട്രൻസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ ശ്രമിക്കുക. പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നേടിയെടുക്കേണ്ട എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഇത്തരം മേഖലകളിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് പൊതുവെ സ്ഥാപനങ്ങൾ പ്രിഫർ ചെയ്യുക. ആ പ്രവൃത്തി പരിചയം കൂടെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ, ചിട്ടയായ തയ്യാറെടുപ്പിലൂടെ മതിയായ അക്കാഡമിക് നിലവാരം പുലർത്തി മുന്നോട്ട് പോകുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങൾക്കും പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നിയതമായ സമയത്ത് പലപ്പോഴും വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നൊരു ഗുണം കൂടിയുണ്ട്. പലപ്പോഴും ഓപ്പറേഷൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ആയിരിക്കും പൊതുവെ. എമർജൻസി കേസുകളിൽ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. എന്നാൽ പോലും നമുക്ക് നിയതമായ സമയത്തിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. കാരണം നഴ്സിംഗ് മേഖലയിലൊക്കെ ഷിഫ്റ്റുകളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെങ്കിൽ ഇത്തരം മേഖലകളിൽ പൊതുവെ അത്തരം സാധ്യതകൾ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും കുറച്ചുകൂടെ ലിമിറ്റഡ് ആയിട്ട് ഒക്കെ ഉള്ള തൊഴിൽ സാധ്യതകൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുണ്ട്. ചില കുട്ടികൾ അത്തരത്തിലൊരു ഡേ ഷിഫ്റ്റ് മാത്രം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ചില ആൾക്കാർ നൈറ്റ് ഷിഫ്റ്റ് മാത്രം വർക്ക് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ചിലർ എന്തായാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഈ മേഖലകളിലേക്കൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള സാധ്യതകളെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും മികച്ച അവസരമാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഒരുക്കുന്നത്.